70 കൊല്ലം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒരു രാഷ്ട്രീയം, വിവാദ രാഷ്ട്രീയം, വികസനമില്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, പ്രീണ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ഒരുമിച്ച് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയം, കടത്തിന്റെ രാഷ്ട്രീയം, ഇതെല്ലാത്തിനും മാറ്റാനൊരു സമയമായി ഈ ഇലക്ഷൻ ഞങ്ങൾ കാണുന്നു. ഒരു നിർണായകമായ ഇലക്ഷനാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷനായിട്ടാണ് NDAന്റെ എല്ലാ പ്രവർത്തകരും ലീഡർഷിപ്പും കാണുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം, രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത്. ഒരു വശത്ത് CPM-ഉം കോൺഗ്രസ് അവരൊരു ഐഡിയോളജിക്കൽ മാത്രമല്ല, അവരൊരു ഓർഗനൈസേഷണൽ കൊളാപ്സ് നമ്മൾ കാണുന്നു. മറുവശത്ത് BJP NDA ഒരു വളരുന്ന ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. ഒരു ക്ലിയർ കാഴ്ചപ്പാടും വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാടും വികസനത്തിന്റെ രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാർ ആയ ഒരു മുന്നണിയായിട്ട് ജനങ്ങൾ കാണുന്നു. വിവാദങ്ങൾ, പേഴ്സണൽ അറ്റാക്ക്, 10 കൊല്ലം ഭരിച്ച CPM-ന് ഒന്നും പറയാനില്ല. അതിനു മുമ്പ് എത്രയോ കൊല്ലമായി ഭരിച്ച കോൺഗ്രസും UDF-നും പറയാനില്ല. അവർക്ക് ഈ പേഴ്സണൽ അറ്റാക്ക് മാത്രം ചെയ്യാൻ ആണ് അവർക്ക് താല്പര്യം. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു. ഞാൻ 3 ദിവസം മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ഞങ്ങളൊരു പോസിറ്റീവ് ക്യാമ്പയിനായിട്ട് ഈ അടുത്ത 20 ദിവസം ജനങ്ങളെ വോട്ട് നേടാനും ജനങ്ങളെ വിശ്വാസം നേടാൻ ഞങ്ങളൊരു നല്ല ശ്രമം നടത്തും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന 11 കൊല്ലം കൊണ്ടുവന്ന വികസനം ഇവിടെയും ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അഴിമതിരഹിത ഭരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. തൊഴിൽ, വികസനം, നിക്ഷേപം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പോലെ അപകടമായ ഓർഗനൈസേഷനെ ഞങ്ങൾ സപ്പോർട്ട് മാത്രമല്ല, അവർ നന്നായി എതിർക്കും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളുടെ സംരക്ഷണം BJP NDAക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇതുവരെ കോൺഗ്രസ് എന്തു പറയുന്നു? അവരുടെ ഒരു വ്യാജ ഗ്യാരണ്ടിയും, അത് ആ ഗ്യാരണ്ടി തെലങ്കാനയിലും കോൺഗ്രസിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഗ്യാരണ്ടീസ്, ഇത് മാത്രമേ അവർ മുമ്പോട്ട് വെക്കുന്നുള്ളൂ. അഴിമതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അവർ ഇവിടെ നാടിനെ ഭരിച്ചപ്പോൾ എന്ത് ചെയ്തു അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. 10 കൊല്ലം UPA സർക്കാരിൽ 8 മന്ത്രിമാർ കേരളത്തിന് UDF ഉണ്ടായിരുന്നു. അവരെന്തു ചെയ്തു അതിന് പറയാൻ താല്പര്യമില്ല, ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഞങ്ങൾ വെക്കുന്നത് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. 10 കൊല്ലം 11 കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്ത് അദ്ദേഹം ചെയ്തു? എത്രയോ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ലീഡേഴ്സ് BJP NDAന്റെ ഭാഗം ആയിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓർമ്മിപ്പിക്കാൻ. ശ്രീ റെജി ലൂക്കോസ് CPM-ൽ നിന്ന് BJP-യിൽ വരുന്നു. ശ്രീ S. രാജേന്ദ്രൻ, മുൻ MLA, 3 ടൈം MLA, BJP-യിൽ ചേർന്നു. ശ്രീമതി R. രശ്മി, കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, BJP-യിൽ ചേർന്നു. വത്സല പ്രസന്നകുമാർ, ഫോമർ മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, നോർത്ത് പറവൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു, BJP-യിൽ ചേർന്നു. K. അജിത്, 2 ടൈം MLA, വൈക്കം, അച്ഛനും MLA ആയിരുന്നു, BJP-യിൽ ചേർന്നു. തൊടിയൂർ രാമചന്ദ്രൻജി, കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി ആയിരുന്നു, നാഗപ്പള്ളി UDF ചെയർമാൻ ആയിരുന്നു, അദ്ദേഹം BJP-യിൽ ചേർന്നു. ശ്രീ CC മുകുന്ദൻ, CPI സിറ്റിംഗ് MLA, നാട്ടിക, BJP-യിൽ ചേർന്നു. മിന്നാന്ന് ശ്രീ MJ ജോബ്, KPCC ജനറൽ സെക്രട്ടറി, KSUവിന്റെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെയും, അദ്ദേഹം BJP-യിൽ
വന്ന് ചേർന്നു. പ്രൊഫസർ ദേവപ്രസാദ് ജോൺസൺ NCP നാഷണൽ കമ്മിറ്റി മെമ്പർ BJP ചേർന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടല്ലോ, AIADMK, NCP, BRP, RLD എന്നിവ പാർട്ടീസ് NDAയിൽ ചേർന്നു. അപ്പോൾ ഈ ഒരു വികസിത കേരളം വളരും എന്ന ഒരു ഉറപ്പും ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം, അതിന്റെ ഭാഗമായി രാഷ്ട്രീയക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്.